ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഗ്ഫിർ ലനാ വലിമശായിഖിനാ വലിമുസന്നിഫി ഹാദൽ കിതാബ്. നിസ്കാരത്തിന്റെ ഫർളുകൾ 4 നാം വിവരിച്ചു. ഇനി 5ാമത്തെ ഫർളാണ് വിവരിക്കാൻ പോകുന്നത്. അതെന്താണ്? വഖാമിസുഹാ, നിസ്കാരത്തിന്റെ 5ാമത്തെ ഫർള് റുക്കൂഉൻ, റുക്കൂ ചെയ്യലാണ്. ഫാത്തിഹ ഓതിയല്ല, 3ാമത്തെ ഫർളായ 4ാമത്തെ ഫർള്. ഇനി 5 റുക്കൂ ആണ്. ബിൻഹിനാഇൻ, കുനിയൽ കൊണ്ട്. റുക്കൂ എങ്ങനെയാണ് ചെയ്യല്? കുനിയൽ കൊണ്ട്. എത്ര കുനിയണം? കുറച്ച് കുനിയാ മതിയോ? ബിഹൈസു, ഒരു സ്ഥിതിയിൽ കുനിയണം. തനാലു, എത്തും. റാഹത്താഹു, അവന്റെ 2 ഉള്ളംകൈ എത്തും. എവിടെ? ഇനി പറയുന്നുണ്ട്. റുക്കുബത്തൈഹി, അവന്റെ 2 മുട്ടിനോട്. ആ എത്തണ വിധത്തിൽ കുനിയ. എത്തിക്കണം, തട്ടണമെന്നില്ല, തട്ടിക്കണം നിർബന്ധമില്ല, സുന്നത്താണ്. പക്ഷെ അത്ര കുനിഞ്ഞാ മതി. കുനിയുന്ന അത്ര അളവ് പറഞ്ഞതാ. ബിഹൈസൊരു സ്ഥിതിയിൽ തനാലു എത്തും. റാഹത്താഹു, അവന്റെ ഉള്ളംകൈ എത്തും. റുക്കുബത്തെ, അവന്റെ 2 മുട്ടുംകാലിനോട്. വഹുമാ, റാഹത്ത് എന്ന് പറഞ്ഞ ഉള്ളംകൈ എന്ന് പറഞ്ഞാൽ മാ, ഒന്നാണ്. അദൽ അസ്വാബി, ആ വിരല് അല്ലാത്തതാണ്. വിരലെത്തിയാ പോരാ, വിരലെത്തണത്ര കുഞ്ഞാ പോരാ. മിനൽ കഫൈനി, 2 മുൻകൈയിൽ നിന്ന് വിരലല്ലാത്തതാണ്. ഫലാ യക്ഫി, അപ്പം മതിയാകൂല. വുസൂലുൽ അസാബി, വുസൂലുൽ അസാബി, വിരലുകൾ ചേരലെത്തൽ. ഏതായിരിക്കട്ടെ, എവിടേക്ക് എത്തണം? റുക്കബത്തെ, അവന്റെ മുട്ടുംകാലിലേക്ക്, 2 മുട്ടുംകാലിലേക്ക് എത്തണം. എപ്പ എത്തണം? ലൗ അറാദ്, അവൻ ഉദ്ദേശിച്ചാൽ. വദ്അഹുമാ, അവയെ വെക്കാൻ, 2 ഉള്ളംകൈയിനെ വെക്കാൻ. അലൈഹിമ, മുട്ടുംകാലിന്റെ മേൽ വെക്കാൻ ഉദ്ദേശിച്ചാൽ എത്തിയാ മതി. വെക്കണം നിർബന്ധം പറഞ്ഞിട്ടില്ല. വെക്കാൻ ഉദ്ദേശിച്ചാൽ എത്തണ നിലക്ക് കുനിയണം. എപ്പ എത്തും? ലൗ അറാദ വദ്അഹുമാ, അത് 2 വെക്കലിനെ ഉദ്ദേശിച്ചാൽ. അത് 2 ഇന്റെ ഖിൽഖത്തി, എപ്പോൾ എത്തും? ആന് ചൊവ്വായ സൃഷ്ടിപ്പ് ആവുന്ന സ്ഥലത്ത്. ഇന്ത്യത്തിദാലിൽ ഖിൽഖത്ത്, അവന്റെ സൃഷ്ടിപ്പ് ചൊവ്വായ സ്ഥലത്ത്. ഒരാളുടെ കൈ കുറച്ച് നീളാണ്, അപ്പൊ കുറച്ച് കുഞ്ഞാൽ തന്നെ എത്തും. അത് പോരാ, ചൊവ്വായ സൃഷ്ടിപ്പിൽ എത്തുന്ന രീതിയിൽ കുനിയണം. എത്താൻ പറ്റുന്ന രീതിയിൽ കുനിയണം. ഒരാൾ കൈ നീളം കുറവാ, എന്നാ ഓനെ കുനിയണോ? അത് വേണ്ട, ചൊവ്വായ സൃഷ്ടിപ്പിൽ എത്തോ ഇല്ലെന്നാ നോക്കണ്ടി. ഹാദാ, ഇങ്ങനെ കുനിയണമെന്നത് അഖല്ലു റുക്കോയി, ചുരുങ്ങിയ റുക്കൂ ആണ്. നിർബന്ധമായിട്ടും ചെയ്യേണ്ട റുക്കൂ. എന്നാൽ റുക്കോയിൽ പ്രത്യേകം സുന്നത്തുള്ള സ്ഥല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫർള നിർബന്ധമായിട്ടും ഇങ്ങനെ കുനിഞ്ഞ റുക്കുവായി. ഇനി വസുന്ന, സുന്നത്താക്കപ്പെട്ടത് റുക്കോയില് തസ്വിയത്തുൽ ളഹ്രിൻ, മുതുക് സമമാക്കണം. മുതുക് വളയരുത്. വഉനുക്കിൻ, കഴുത്ത് സമമാക്കണം. യമുദ്ദ, അവൻ നീട്ടണം. ഹുമ, അവ 2 ഹത്താ യസീറ, ആ മുതുകും കഴുത്തും. മുതുക് അതായത് ഊരന്റെ ഭാഗം, അതും കഴുത്തും ആവണം. ഹത്താ യസീറ, അവ 2 ആവണം. കസഫഹത്തിൽ വാഹിദത്തി, ഒറ്റ പലക പോലെ ആവണോ. ഒറ്റ പലക നിവർത്തി വെച്ചാൽ അങ്ങനെ ഉണ്ടോ? അതേപോലെ കാണാം. ഒന്ന് ഉയർന്നു ഒന്ന് പൊന്തി നിൽക്കരുത്. ലിൽഇത്തിബാഇ, നബിതങ്ങൾ അങ്ങനെ പിൻപറ്റാൻ വേണ്ടി. വസുന്ന തസ്വിയത്തുൽ ളഹ്രിൻ വഉനുഖിൻ, മുതുകും പിരടിയും സമമാക്കണം. സുന്ന തസ്വിയത്തുൽ ളഹ്രിൻ വഅഖുദു റുക്ബത്തൈഹി, സുന്നന്റെ ആ നായിഫാലായ തസ്വിയത്തുമക്ക് അത്ഫാണ്. വഅഖുദു റുക്ബത്തൈ, അവന്റെ 2 മുട്ടുംകാല് പിടിക്കലും സുന്നത്താണ്. മഅ നസ്ബിഹിമ, എങ്ങനെ പിടിക്കണം? അപ്പൊ മുട്ടുംകാല് പിടിക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. മഅ നസ്ബിഹിമ, അവ 2 നാട്ടിവെക്കലോട് കൂടെ. മുട്ടുംകാല് വളയരുത്. നാട്ടിവെക്കാറിഞ്ഞാൽ വളയാതെ വെക്കുക. വതഫ്രീഖിഹിമ, 2 മുട്ടുംകാല് വിട്ടുപിരിക്കലോട് കൂടെ. ഒരു ചാണിന്റെ കതിർ മുട്ടുംകാല് വിട്ടാവണം, വിട്ടുപിരിക്കണം. അല്ലാതെ മുട്ടുംകാല് 2 കൂടി തട്ടിക്കരുത്. ഒരു ചാണിന്റെ കതിർ അകൽത്തണം. അതാണ് മാനസ്ബിഹിമ, മുട്ടുംകാല് നാട്ടലോട് കൂടെ, വളയരുത്. വ തഫ്രീഖിഹിമ, 2 വിട്ടുപിരിക്കണം, ഒരു ചാണിന്റെ കതിർ. ബി കഫൈഹി വഅഖുദു റുക്ബത്തൈഹി, 2 മുട്ടുംകാല് പിടിക്കണം. ബി കഫൈഹി, 2 മുൻകൈ കൊണ്ട്. എന്തുകൊണ്ടാ പിടിക്കണ്ടേ? 2 മുൻകൈ കൊണ്ട് പിടിക്കണം. മാ കഷ്ഫിഹിമ, ആ 2 മുൻകൈയില് തുറക്കലോട് കൂടെ. അപ്പൊ മുൻകൈമേൽ വേറെ മറകളൊന്നും ഉണ്ടാവരുത്.
തഫരീഖത്തു അസാബിഹിമ, രണ്ട് മുൻകൈയിന്റെ വിരലുകൾ വിട്ടുപിരിച്ച് നിർത്തണം, കൂട്ടിപ്പിടിക്കരുത്. അതായത് അടുപ്പിച്ച് തൊട്ട് പിടിക്കരുത്, അല്പ വിടർത്തണം. തഫരീഖത്തു അസാബിഹിമ തഫരീഖൻ വസത്തൻ, മധ്യ നിലവാരമുള്ള വിട്ടുപിരിക്കണം. മാ കശ്ഫിഹിമ വ തഫരീഖത്തി അസാബിഹിമ, കശ്ഫിമക്ക് അത്ഫാക്ക, തുറക്കലോട് കൂടെയും തഫരീഖത്തി അസാബിഹിമ തഫരീഖൻ വസത്തൻ, വിരലുകളെ വിട്ടുപിരിക്കലോട് കൂടെ. ഇനി സുന്നന്നായി ഫഅലായ തസ്വിയത്തു വ അഖ്ദു വ ഖൗലു സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി, അങ്ങട്ടാ ബന്ധം. സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി എന്ന് പറയുകയും ചെയ്യലും സുന്നത്താണ്. സുബ്ഹാന റബ്ബി, എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അൽ അലീം മഹത്വമുള്ളവനായ, ബിഹംദി അവനെ സ്തുതിക്കലോട് കൂടെ എന്ന ദിക്ർ ചൊല്ലണം. സലാസ 3 വട്ടം. ഇന്ന് സാധാരണ സുബ് എന്ന് അങ്ങോട്ട് പോയല്ല, സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദി എന്ന് 3 വട്ടം പറഞ്ഞാൽ എത്ര സമയം വേണം? നമ്മൾ സാധാരണ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തന്നെ വരുന്നതാണ്. സുബ് നേരക്ക് പറയില്ല, അങ്ങനെ പറയാതെ നിന്നാ പറ്റൂല, പറയണം. സലാസ 3 വട്ടം. ഇത്തിബാഇ, നബിതങ്ങളോട് ഇത്തിബായി ചെയ്തതിന് വേണ്ടി. വഖല്ലു തസ്ബീഹ് ഫീഹി, റുക്കൂഇൽ തസ്ബീഹിൽ ഏറ്റവും കുറഞ്ഞത്, ഫീഹി റുക്കൂഇലും വഫി സുജൂദി സുജൂദിലും മറത്തുൻ, 1 വട്ടം ചെല്ലലാണ് തസ്ബീഹ്. വലൗ ബിനഹി സുബ്ഹാനല്ലാഹ്, അത് സുബ്ഹാനല്ലാഹ് പോലത്തത് കൊണ്ടാണെങ്കിലും 1 വട്ടം ചെല്ലലാണ് ഏറ്റവും ചുരുങ്ങിയത്. വ അക്തറു, ഏറ്റവും അധികരിച്ചാൽ 11 വട്ടമാണ്. ഏറെ 11 വരെ ചെല്ല. ഇമാമ് 3 വട്ടം ചെല്ലിയാൽ മതി. ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ നമുക്ക് 11 വരെ. തഹജ്ജുദോ അതുപോലെ ളുഹറിന്റെ മുമ്പ് ശേഷമുള്ള നിസ്കാരമൊക്കെ നിസ്കരിക്കുമ്പോ 3 5 ആക്കുക, 5 വട്ടം ചെല്ല, 7 വട്ടം, 9 വട്ടോ 11 വട്ടം വരെ ചെല്ല. അവൻ നിസ്കാരത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ കിട്ടും. അങ്ങനെ വർദ്ധിപ്പിച്ച് ചെല്ലുമ്പോ 11 വട്ടം വരെ ഒന്ന് ചെല്ലിയൊക്കെ നമ്മള് ശ്രദ്ധിക്കാത്ത നിസ്കാരമൊക്കെ ശ്രദ്ധ ഉള്ള നിസ്കാരാവും. വയസീദു, വർദ്ധിപ്പിക്കണം. മൻ, ഒരുത്തർ, ഇമാമിനെ അങ്ങനെ 11ലേക്ക് അല്ലെങ്കിൽ 3നേക്കാൾ വർദ്ധിപ്പിക്കൽ സുന്നത്തില്ല. പൊതുവെ ചില നിബന്ധനകൾ പാലിച്ചാലേ സുന്നത്തുള്ളൂ. വയസീദ്, വർദ്ധിപ്പിക്കണം. മൻ, ഒരുത്തർ, മറ, മുമ്പ് പറഞ്ഞതായ ഒരുത്തർ, അതായത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളും അതുപോലെ ക്ലിപ്തമായ മഅ്മൂമിങ്ങളുടെ ഇമാമ്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾ, അതാണ് മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇമാമ്, ഏത് ഇമാമ്? വൈവക്കത്തുള്ള പള്ളിയിലല്ലാതെ വേറെ ആരിഞ്ഞ് വരൂല. നീട്ടാൻ തൃപ്തിയായ മൗമൂമിയങ്ങളാണുള്ളത്, ക്ലിപ്തമായ എണ്ണമുള്ളവരാണ്, ഇനി കൂടൂല, അവരെല്ലാവരും നീട്ടിക്കോളി ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഇമാമ്, അങ്ങനെ അതാണ് മുമ്പ് പറഞ്ഞത്. അതായത് വജ്ജഹത്തുവിന്റെ അവിടെ പറഞ്ഞിന് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ആരാണെന്ന്. ഏതായിരിക്കട്ടെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളൊക്കെ വർദ്ധിപ്പിക്കണം. മൻ, ഒരുത്തർ, മറ, മുമ്പ് പറഞ്ഞ ആളുകൾ. നദ്ബൻ, അത് സുന്നത്തായ നിലക്ക് എന്താണ് വർദ്ധിപ്പിക്കേണ്ടത്? അല്ലാഹുമ്മ ലക റകഅതു ബിക ആമൻതു വലക അസ്ലംതു ഖശഅലക സമഇ വബസരി വമുഖി വഅൽമി വഅസ്ബി വശഅരി വബശരി വമസ്തഖല്ലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ദിക്ർ കാണാതെ പഠിക്കുന്ന നല്ലതാ. എന്നിട്ട് നമ്മൾ ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ, സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ, തഹജ്ജുദൊക്കെ നിസ്കരിക്കുമ്പോ ഈ ദിക്ർ വർദ്ധിപ്പിക്കുക. വലിയ പുണ്യം കിട്ടും ചെയ്യും, നല്ല ശ്രദ്ധയും കിട്ടും നിസ്കാരത്തില്. നമ്മൾ സാധാരണ നിസ്കാരമാകുമ്പോ ചിലപ്പോ ശ്രദ്ധ പോകും. ഇതൊന്ന് വർദ്ധിപ്പിച്ചൊക്കെ ചെല്ലുമ്പോ ശ്രദ്ധ കിട്ടും ചെയ്യും. പ്രത്യേകം ഒരു ഹുദൂറുൽ ഖൽബ് കിട്ടും. അല്ലാഹു ലക, നിനക്ക് റകഅതു, ഞാൻ റുക്കൂ ചെയ്യുന്നു. ബിക ആമൻതു, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. വലക അസ്ലംതു, നിനക്ക് വേണ്ടി ഞാൻ മുസ്ലിമായി. ഖശഅ ലക, നിനക്ക് ഞാൻ ഭയന്നു, കീഴ്പ്പെട്ടു. സമഇ, എന്റെ കേൾവി. വബസരി, എന്റെ കാഴ്ച. വമുഖി, എന്റെ ഞെണു. വഅൽമി, എന്റെ എല്ല്. വഅസ്ബി, എന്റെ ഞരമ്പ്. വശഅരി, എന്റെ മുടി. വബസരി, എന്റെ തൊലി. വമ, അത് മൂത്ത. വമ, ഒന്നാകുന്നത്. ഇസ്തഖല്ലത് ബിഹി, അതുകൊണ്ട് തനിച്ചിരിക്കുന്നു. ഖദമി, എന്റെ പാദം. എന്റെ പാദം തനിച്ചതായ ഈ ഒന്നാകുന്നത്, അതായത് എന്റെ ശരീരം മുഴുവനുമാകും. എന്റെ പാദം തനിച്ചതാണ് ശരീരം മുഴുവനുമാകുന്നത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. വമാ ഇസ്തഖല്ലത് ബിഹി ഖദമി, എന്റെ പാദം തനിച്ചതായ ഒന്നാകുന്നത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതായത് ജമീഉ ജസദി എന്നാണ് അതിന്റെ അർത്ഥം, ശരീരം മുഴുവനുമാകുന്നത്. വൈസന്നു, സുന്നത്താക്കപ്പെടും. ഫീഹി, റുക്കൂഇലും വഫി സുജൂദി, സുജൂദിലും.
എന്ത് പറയലേ? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയൽ. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു, വബിഹംദിക നിന്നെ സ്തുതിക്കലോട് കൂടെ, അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുവേ ഗ്ഫിർലി എനിക്ക് നീ പൊറുക്കണേ. വലവിഖ്തസറ ഒരാൾ ചുരുക്കി പറഞ്ഞാൽ അല തസ്ബീഹി തസ്ബീഹിന്റെ മേലിലോ, അവിദ്ദിക്രി അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക റകഅതു ബികാമത്ത് എന്ന ദിക്ർ, സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക റകഅതു എന്നതോ ഏതെങ്കിലും ഒന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫത്തസ്ബീഹു അഫ്ളലു, അവിടെ സുബ്ഹാന എന്ന തസ്ബീഹ് ചൊല്ലലാണ് അഫ്ളല്. വസലാസു തസ്ബീഹാത്തിൻ, 3 സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി എന്നത്തെ തസ്ബീഹ് ചൊല്ലല്. മാ അല്ലാഹുമ്മ ലക റകഅതു ഇലാ ആഖിരിഹി, അല്ലാഹുമ്മ ലക റകഅതു അതിന്റെ അവസാനം വരെയും ചൊല്ല, 3 തസ്ബീഹും ചൊല്ലല്. അഫ്ളലു അത് അഫ്ളലാണ്, മിൻ സിയാദത്തി തസ്ബീഹി സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി എന്ന തസ്ബീഹിനെ വർദ്ധിപ്പിക്കുന്നതിനേക്കാളും. ഇലാ 11 വരെ. എന്താ പറഞ്ഞു? സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി 3ഉം അല്ലാഹുമ്മ ലക റകഅതു എന്ന ഒരു വട്ടവും ചൊല്ലലാണ് നല്ലത്. എന്തിനെക്കാട്ടിയും 11ലേക്ക് തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നതിനെക്കാട്ടി. അപ്പൊ അല്ലാഹുമ്മ ലക റകഅതു കാണാതെ പഠിക്കണം. നമ്മൾ ചെറിയ കിതാബിലൊക്കെ പഠിച്ചത് തന്നെയാണ്, എങ്കിലും പഠിക്കണം, ഒന്നും കൂടി ഓർക്കണം. വയക്റഹു കറാഹത്താക്കപ്പെടുന്ന മറ്റൊരു വിഷയം അൽ ഇഖ്തിസാറു ചുരുക്കി ചെയ്യല്, അല അഖല്ലി റുക്കു ചുരുങ്ങിയ റുക്കുവിന്റെ മേല് ഒരു വട്ടം മാത്രം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിക്കാണ്ട് വേഗം പോരല് കറാഹത്താണ്. 3 വട്ടെങ്കിലും പറയാം. വൽ മുബാലഗത്തു അമിതമാക്കൽ കറാഹത്താണ്. ഫീ ഖഫ്ലിർ റഅസി തല താഴ്ത്തുന്നത്, തല അങ്ങോട്ട് താഴ്ത്ത അമിതായിട്ട്. അനിൽ ലഹരി മുതുകിന്റെ ആ ലെവലിനേക്കാൾ, ഫീഹി എവിടെ റുക്കോയില് അമിതമാക്കലും കറാഹത്താണ്, തല താഴ്ത്തുന്നത്. വൈസന്നു സുന്നത്താക്കപ്പെടും പുരുഷന്മാർക്ക് യുജാഫിയ അകൽത്തല് മിർഫക്കൈ 2 മുട്ടും കൈയിനെ അകൽത്തണം, ജംബൈ 2 ഭാഗത്തേക്ക് പുരുഷന്മാർ. വാ ബത്ന യുജാഫിയ മിർഫക്കൈ ഹിമകത്ത് മിർഫക്ക് 2 മുട്ടും കൈയിനെ അമർത്തണം. വാ ബത്നവന്റെ വയറിനെ അവന് മുട്ടും കൈനെ വിടർത്തണം. അഞ്ചമ്പെ 2 ഭാഗത്തേക്ക് ബത്തുനവന്റെ വയറിനെ വിടർത്തണം. മൻഫഖദൈഹി അവന്റെ തുടയെ തൊട്ട് വയറ് തുടമ തട്ടിക്കരുത്. റുക്കോയിലെ റുക്കോയി വസുജൂദി റുക്കോയിലും സുജൂദിലോ അത് പുരുഷന്മാരാണ്. വലിയ പുരുഷന്മാരെ അല്ലാത്തവർക്ക് സുന്നത്താണ്. ഐ അലുമ്മ അവൻ കൂട്ടലി ഫീഹിമാവ അവ രണ്ടിലും റുക്കോയിലും സുജൂദിലും ബാലഹു മേൽ പറഞ്ഞ അല്പത്തെ ബാല അല്പത്തിലേക്ക് എന്ന് പറഞ്ഞ മുട്ടും കൈ സൈഡിലേക്ക് അകൽത്തല്ല കൂട്ടിയെ പിടിക്കുക. ആരല്ലാത്തവര് പുരുഷനല്ലാത്തവര് സ്ത്രീയും ഖുൻസിയും പെട്ട് വയറിനെ ഫഖദിലേക്ക് കൂട്ടുക, അകറ്റണ്ട. ഇനി മറ്റൊരു വിഷയം കൂടി പറയുന്നു. തംബീഹുനെതിരെ ഉണർത്തലാണ്. യജിബു നിർബന്ധമായ ഒരു കാര്യം. അല്ലാ യക്സിദവൻ കരുതാൻ പാടില്ല ബിൽഹവി കുനിയൽ കൊണ്ട് റുക്കോയിലേക്ക് ഇങ്ങോട്ട് കുനിയുമ്പോ കരുതരുത്. ഗൈറഹു റുക്കു അല്ലാത്ത മറ്റൊരു വിഷയം കരുതരുത്. റുക്കോയിലേക്ക് കുനിയുമ്പോ വേറെന്തോ കടലാസ് എടുക്കാനോ പെണ്ണെടുക്കാനോ താഴത്തുനിന്ന് നൃത്തത്തുനിന്ന് റുക്കോയിലേക്ക് കുനിയുമ്പോ വേറെന്തോ സാധനം എടുക്കാനാണ് എന്ന് കരുതിക്കാണ്ട് കുനിയരുത്. ഫലോ ഹവാപ്പ അവൻ കുനിഞ്ഞാൽ സുജൂദ് തിലാവത്തിന്റെ സുജൂദിനറ്റ കുനിഞ്ഞോ, വാനന്ദ ഖുർആാനോദി തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തോതി അങ്ങനെ അതിനുവേണ്ടി കുനിഞ്ഞു. ഫലമ്മ ബലവൻ എത്തിയപ്പോൾ ഹദ്ദർ റുക്കോയി റുക്കോയിന്റെ അതിർത്തി എത്തിയപ്പോൾ ജഅലഹു റുക്കുഅൻ അതിനവൻ റുക്കു ആക്കിയാൽ ലം യക്ഫി അത് മതിയാവുകയില്ല, അത് മതിയാകൂല. എന്ത് ചെയ്യണം? തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി കുനിഞ്ഞിക്കാണ്ട് റുക്കോയിന്റെ അതിർത്തി എത്തിയപ്പോ റുക്കു ആക്കിയാൽ മതിയാകൂല. മറിച്ച് അവൻ രണ്ടാമത് തിലാവത്തിന്റെ സുജൂദിന് ചെയ്യണ്ടെന്ന് വെയ്യിൽ വെച്ച് തീരുമാനിച്ചാല് രണ്ടാമത് എഴുന്നേറ്റ് നിന്നിട്ട് റുക്കുവിലേക്ക് വേറെ പോവണം. ആ പോക്ക് റുക്കുവാക്കിയാ പറ്റൂല. ബൽസമുഹു മറിച്ചവന്റെ നിർബന്ധമാണ് എന്തസിബ അവൻ ചൊവ്വായി നിൽക്കല്, സുമ്മയർക്ക പിന്നെ റുക്കുവിലേക്ക് പോകല്. അത് ഏതുപോലെ തന്നെയാണ് കനലീരി റുക്കുവിനോട് തുല്യമായ മറ്റു ഫർദുകളും അങ്ങനെ തന്നെ.
അതെന്താണ്? മിനൽ ഏത്തിദാലി ഏത്തിദാലിലും സുജൂദി സുജൂദും ജുലൂസി ബൈന സജിദത്തൈനി, രണ്ട് സുജൂദിന്റെ അടിയിലിരുത്തവും. അപ്പൊ ആ ഫർദുകളിലൊക്കെ മറ്റു വല്ലതും കരുതിക്കൊണ്ട് ആണ് ആ ഫർദുകളിലേക്ക് പോയതെങ്കിൽ അത് കൂട്ടൂല എന്നർത്ഥം. മറിച്ച് മറ്റു വല്ലതും കരുതിക്കൊണ്ട്, ഇപ്പൊ സുജൂദെന്ന് ഇങ്ങോട്ട് പൊന്തിയത് എന്തോ കരിക്കുന്ന ബന്ധപ്പ് ഇങ്ങോട്ട് തലെടുത്ത് പൊന്തിയതാ, അത് കൂട്ടൂല. എന്തെന്നാക്കണം? രണ്ടാമത് സുജൂദ് പോയിട്ട് രണ്ടാമത് പൊന്തണം. നേരത്തെ പൊന്തിയത് എന്തിനല്ല? സുജൂദിന്ന് ഖിയാമിലേക്ക് പൊന്തിയതല്ല, അല്ലെങ്കിൽ സുജൂദിന്റെ അടിയിലെ ഇരുത്തത്തിലേക്ക് പൊന്തിയതല്ല. നേരത്തെ എന്തോ പാമ്പ് വന്നപ്പോ പൊന്തിയതാ, അത് കൂട്ടൂല. രണ്ടാമത് അവിടെ പോയിട്ട് സുജൂദ് ചെയ്ത് ഇങ്ങോട്ട് വരണം, ആ പൊന്തല് കൂട്ടൂല. ഇതുപോലെ എത്തിദാലിക്ക് ഒരാൾ ഇങ്ങോട്ട് ഉയർന്നത് എന്തോ പേടിച്ചിട്ട് ഇങ്ങോട്ട് പൊന്തിയതാ, എത്തിദാലിൽ നിന്ന് കരുതിക്കാണ്ട് പൊന്തിയതല്ല, എന്നാൽ അത് കിട്ടൂല. രണ്ടാമത് റുക്കോക്ക് പോയിട്ട് ഇങ്ങോട്ട് പൊന്തണം. ഇനി ചെറിയൊരു മസ്അല കൂടി പറഞ്ഞു നിർത്താം. വലോ ശക്ക, ഒരാൾ മഅ്മൂമ് അല്ലാത്ത ആള്, അതന്നെ മഅ്മൂം അല്ലാത്ത ആള് പറഞ്ഞ ഇമാമ് സംശയിച്ച്, മഅ്മൂമ് ഇമാമിന്റെ കൂടെ നിൽക്കണ ആളല്ല, അവിടെ കെട്ടാണ് ഓനെ പിന്നെ പറയാം. മഅ്മൂം അല്ലാത്ത ആൾ, അതായത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് ഇമാമോ, അതായത് സ്വതന്ത്രമുള്ള ആള്. മഅ്മൂം അല്ലാത്ത ആള്, അതായത് ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളോ സംശയിച്ചാൽ വഹുവ സാജിദുൻ, സുജൂദിലാണ് സംശയം. അവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൽ റക്ക, ഞാൻ നേരത്തെ റുക്കോ മറന്നുപോയോ? സുജൂദിൽ കിടക്കുമ്പോൾ ആ സംശയം റുക്കു ആയതോ? നല്ല സംശയം. ലസിമഹുൽ ഇന്തിസാബു, ഒറ്റക്കൊക്കെ നിസ്കരിക്കും അങ്ങനെ സംശയിച്ചു, അല്ലെങ്കിൽ ഇമാമ് സംശയിച്ചു, എന്ത് ചെയ്യും? ലസിമഹുൽ ഇന്തിസാബു, റുക്കോ ചെയ്തോ എന്ന് സംശയിച്ചു സുജൂദിലാവുമ്പോ ലസിമഹുൽ ഇന്തിസാബു, ചൊവ്വായി നിൽക്കൽ നിർബന്ധമാണ്. നേരെ റുക്കോയിലേക്ക് വരാം, സുജൂദ് ഞാട് പോണ്ട, മുന്നോട്ടില്ല. കാരണം റുക്കോയില്ലാത്ത നിസ്കാരം പറ്റൂലല്ല, അപ്പൊ റുക്കോയിലേക്ക് തന്നെ റിവേഴ്സ് ചെയ്ത് വരാം. അവൻ ചൊവ്വായി നിന്ന് ഇത്തിദാല് ചെയ്യൽ നിർബന്ധമാണ്. അവൻ ചൊവ്വായി നിൽക്കണം. റുക്കോയ് ചെയ്തോന്നാണ് സംശയം. റുക്കോയിലേക്ക് പോന്നാലും പോരാ, ലസിമഹുൽ ഇന്തിസാബ്, നേരെ ചൊവ്വായി നിൽക്കണം. ഫൗറൻ, വേഗം. സുമ്മർ റുക്കു, പിന്നെ റുക്കുവിലേക്ക് പോകും. നേരെ റുക്കുവിലേക്ക് വന്നാൽ പോരാ, കാരണം സുജൂദിന്ന് ഇങ്ങോട്ട് പൊന്താലും റുക്കു ആവില്ല. അപ്പൊ എന്താ വേണം? ചൊവ്വായി നിന്നിട്ട് പിന്നെ റുക്കുവിലേക്ക് പോകണം. വലായ് ജൂസ് ലഹുൽ ഖിയാമു റാക്യാൻ, അവന് എഴുന്നേറ്റ് നിൽക്കല് ജായിസല്ല റാക്യാൻ, റുക്കുവിലേക്കായ നിലക്ക്. മറിച്ച് ഖിയാമിലേക്ക് വന്നിട്ട് പിന്നെ റുക്കുവിലേക്ക് പോകണം, നൃത്തത്തിലേക്ക് വന്നിട്ട് റുക്കുവിലേക്ക് പോകണം. ഇതാണ് അവിടുത്തെ മസാല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അസ്സലാമു അലൈക്കും.